ഉച്ചക്കിരുന്നോളം വിമാനാണ്. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാലമായിട്ടുണ്ടാവും ഈ പുലർച്ചെ 4:30-5 മണി സമയമൊക്കെ കണ്ടിട്ട്. പക്ഷേ ഇന്ന് വന്നിട്ട് ഞാൻ പുലർച്ചെ 5 മണിക്ക് തന്നെ KSRTC കയറിയിട്ട് നേരെ പോയിട്ടുള്ളത് പയ്യന്നൂർക്കാണ്. കാര്യം അവിടെ നമ്മുടെ ബെങ്ക് വന്നിട്ടുണ്ട്. ബെങ്ക് മാത്രമല്ല, നമ്മുടെ ടീംസ് മൊത്തം ഇവിടെ എത്തും. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നു. കോളേജിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മുടെ ടീംസ് മൊത്തം ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. അപ്പോൾ ആദ്യമൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ 2 ദിവസം എവിടെയെങ്കിലും സ്റ്റേ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാവർക്കും പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. ഒന്നെങ്കിൽ ലീവ് കിട്ടില്ല, അല്ലെങ്കിൽ എക്സാം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ബിസി ആയിരിക്കും. അപ്പോൾ 2 ദിവസം പ്ലാൻ ഞങ്ങൾ അങ്ങനെ നൈസായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് 1 ഡേ, ഒരു ദിവസമെങ്കിലും ഒന്ന് പോകാമെന്ന് തീരുമാനമായി. ഫൈനലി നമുക്കൊരു ഡേ കിട്ടി, എല്ലാവർക്കും കൂടെ പറ്റിയൊരു സമയം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോയത് പയ്യന്നൂരുള്ള കവായി ഐലൻഡിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലുള്ള ഈ റൈഡ് കൊള്ളായിരുന്നു. അതായത് അവിടുന്ന് നേരെ നമ്മൾ മാംഗ്രോവ്സിൽ ഇറക്കുമ്പോൾ ആ ഒരു പോക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ എത്തി. നമ്മുടെ മുട്ടോളം ഉള്ളൂ കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ. ചിമ്പു, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മൾ ഇപ്പോൾ ഒരു കാടിന്റെ ഉള്ളിലാണ്. പറഞ്ഞ പോലെ ഉള്ളി എവിടുന്ന് വന്നേ, അതാണ്. നമ്മളെല്ലാവരും കൂടെ വ്ളോഗൊക്കെ ചെയ്യാൻ നിന്നാൽ ഉള്ളിയും പച്ചമുളകും ഒക്കെ വരും. അപ്പോൾ നമ്മൾ എത്തിയ സ്ഥലം ഇതാണ് കേട്ടോ. അത് ആ മാംഗ്രോസിന്റെ അകത്ത് കയറി നിന്നാൽ നമ്മൾ കരിയാതെ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആവും ഗൈസ്. എന്തായാലും അവിടെ ദിവസം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അങ്ങനെ മിസ്റ്റർ പോഞ്ഞിക്കരയുടെ പരിപാടികൾക്കൊക്കെ ശേഷം നമ്മൾ എല്ലാവരും കൂടെ റീൽസ് എടുക്കാൻ തീരുമാനിച്ചു. മറ്റേ ഒരു റീൽ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തട്ടിയിടുന്ന പരിപാടിയൊക്കെ. അത് ഞങ്ങൾ എത്ര തവണ എടുക്കാൻ നോക്കിയെന്നത്. നല്ല രസമായിരുന്നു അത് എടുക്കുമ്പോൾ. എന്തെങ്കിലും ആംഗിൾ ശരിയാവില്ല. ഞങ്ങളിങ്ങനെ പല ആൾക്കാരെ വെച്ച് മാറിയൊക്കെ ട്രൈ ചെയ്ത് എന്തായാലും അവസാനം എടുത്ത്. പിന്നെ ഈ സായിക്ക് ബിനിലിനെ ചൊറിയാതിരിക്കാനേ പറ്റില്ല. അവൻ അവസാനം ചൊറിഞ്ഞ് ബിനിലിന്റെ ക്ഷമേന്റെ നെല്ലിപ്പലകയെ കണ്ടതിന് ശേഷം ബിനിൽ എന്ത് ചെയ്തു, സായിനെ ഇങ്ങനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. നിന്നെ ജീവനോ അതേടാ, ഞാൻ നിനക്കൊരു ശല്യാന്ന് എനിക്കറിയാടാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അങ്ങനെ സായിമോനെ കിട്ടേണ്ടതൊക്കെ കിട്ടി ബോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു. പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല വിശക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല പയ്യന്നൂർ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല വില ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നല്ല വിശന്നിരുന്ന് കഴിച്ചുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോയി. അങ്ങനെ കോളേജിലെത്തി എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് 1-2 പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ടൈമിങ്ങിലായതുകൊണ്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ മിസ്സായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ നമ്മുടെ ബിൻലാൻഡിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് അവൻ നല്ല കട്ടൻ ചായ കിട്ടി തന്നു. പിന്നെന്താ, ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ അങ്ങ് ഇരുന്നു. പിന്നെ ഇനിയും ഇരുന്നാൽ നമ്മുടെ അടുത്ത ട്രെയിനും കൂടെ മിസ്സാവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ ഉണ്ടായില്ല, ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ നമ്മൾ ഈ കോളേജെല്ലാം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ വന്നിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊരു ട്രിപ്പൊക്കെ പോയാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതുപോലെ 2-3 ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ ഒരു ട്രിപ്പ് നമുക്ക് നടക്കുമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ബിലോ. ടാറ്റാ, ബൈ. ആകാശവും